പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയും ഗൗതമും രേണുകയെ പിന്തുടർന്ന് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ രേണുക മൊബൈലിലെ ലൊക്കേഷൻ അങ്ങ് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് ഓട്ടോക്കാരനോട് കുറച്ച് സ്പീഡിൽ ഓടിക്കാൻ വേണ്ടി പറയുകയാണ്. അതിനുള്ള പൈസയും ആദ്യം തന്നെ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവരുടെ കണ്ണു വെട്ടിച്ച് വേറൊരു സ്ഥലത്ത് പോയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഗൗതമും നിധിയും പറയുന്നുണ്ട്, ഇതെന്താ പെട്ടെന്ന് ഓട്ടോക്ക് സ്പീഡ് കൂടിയല്ലോ, അതുപോലെ ലൊക്കേഷനും ഓഫാക്കിയല്ലോ, അപ്പോൾ നമ്മൾ പിന്തുടരുന്ന കാര്യം രേണുക അമ്മായി അറിഞ്ഞിട്ടുണ്ട് എന്ന് നിധി പറയുകയാണ്. എന്നിട്ട് സ്പീഡിൽ ഗൗതമും ഓട്ടോയുടെ പുറകെ ചെല്ലുന്നുണ്ട് കേട്ടോ. പക്ഷേ ഓട്ടോ കുറച്ച് ഫ്രണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്താണ് രേണുക ഓട്ടോയിൽ നിന്നും ഇറങ്ങിയിട്ട് മറ്റൊരു ഓട്ടോ വിളിച്ച് നേരെ അമ്പലത്തിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് ഗൗതം ഓട്ടോക്കാരനെ സ്പീഡിൽ പോയി തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്ന സ്ത്രീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർ മറ്റൊരു സ്ഥലത്ത് ഇറങ്ങിയല്ലോ എന്ന് പറയും. അപ്പോൾ ഗൗതം ചോദിക്കുകയാണ്, അവർ എവിടേക്ക് പോവാനാണ് നിങ്ങളുടെ ഓട്ടോ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്ന സ്ഥലത്തേക്ക് എന്നൊന്നും പറഞ്ഞില്ല, അവിടേക്ക് വിടൂ, ഇവിടേക്ക് വിടൂ, റൈറ്റ് തിരിയൂ, ലെഫ്റ്റ് തിരിയൂ എന്നൊക്കെയാണ് പറഞ്ഞത്, അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറയാണ്. അങ്ങനെ ഓട്ടോക്കാരൻ പോയി കഴിഞ്ഞ ശേഷം നിധിയും ഗൗതമും ആകെ ധർമ്മസങ്കടത്തിലായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെ കണ്ടെത്തും എന്നൊക്കെ ചിന്തിച്ചിട്ട് ഈ സമയം രേണുക മറ്റൊരു ഓട്ടോയിൽ പോവുകയാണ്. എന്നിട്ട് ചിന്തിക്കുകയാണ്, ഇനി നിങ്ങൾ എങ്ങനെ എൻ്റെ ശിവാനിയുടെ കല്യാണം മുടക്കും, നിങ്ങൾ എങ്ങനെ അമ്പലം കണ്ടുപിടിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഗൗതമിനും നിധിക്കും പാറുവും ഗോപിനാഥും കൂടി വിളിക്കുകയാണ്. അവർ ഗോപിനാഥിന് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ലൊക്കേഷൻ അവിടെ തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ സമയത്ത് ഗോപിനാഥ് ചോദിക്കുകയാണ്, അല്ല പ്രണവിനെ കണ്ടെത്തിയോ, നിങ്ങളുടെ കാറ് അവിടെ തന്നെ നിൽക്കുന്നതായി കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല അച്ഛ, ആ രേണുക ആൻറ്റി എല്ലാം മനസ്സിലാക്കിയ ശേഷം ലൊക്കേഷൻ ഓഫാക്കി, അതുകൊണ്ട് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഞങ്ങൾ അവരെ കണ്ടെത്തിയ ശേഷം നിങ്ങൾക്ക് അമ്പലത്തിലേക്കുള്ള ലൊക്കേഷൻ ഞങ്ങൾ അയച്ചു തരണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഗൗതമും നിധിയും ആകെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് അതുകൂടെ ഒരു ആൾ പോകുന്നത് കാണുന്നത് കേട്ടോ. എന്നിട്ട് അയാളോട് ചോദിക്കുകയാണ്, ഇവിടെ അടുത്തെങ്ങാനും വല്ല അമ്പലവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് 2 അമ്പലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് 2 അമ്പലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗൗതം പറയുകയാണ്, ഈ അമ്പലത്തിൽ വെച്ചാണ് താലികെട്ട് നടക്കുകയുണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് നിധി നമുക്ക് അവിടേക്ക് പോവാം എന്ന് പറഞ്ഞ് അവർ 2 പേരും കൂടി ആ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഗോപിനാഥിന് അവിടെ ചെന്നതിന് ശേഷം ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഗോപിനാഥും പാറുവും കൂടിയിട്ട് ആ അമ്പലത്തിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ ഈ സമയം രേണുകയെ കണ്ടതോടുകൂടി ശിവാനിയുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തയ്യാറാക്കുകയാണ്. അപ്പോൾ വസുന്ധര പറയുന്നുണ്ട്, എന്നെ കാത്തു നിന്നത് കൊണ്ടാണ് ഇത്രയും വൈകിയത്, ആ ഗൗതമും നിധിയും എങ്ങാനും ഇവിടേക്ക് വന്നാൽ കല്യാണം തന്നെ മുടങ്ങും, അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത് എന്നൊക്കെ പറയാട്ടോ. അതിന് അവർ ഇനി ഇവിടെ വെത്താനൊന്നും സാധ്യതയില്ല മേഡം, കാരണം ഞാൻ അവരെ കബളിപ്പിച്ച ശേഷമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്, അവർക്കൊരിക്കലും ഈ അമ്പലം കണ്ടെത്താൻ ഇനി കഴിയുകയില്ല എന്നൊക്കെ രേണുക പറയാണ്. അങ്ങനെ ചടങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞ് പൂജാരിയോട് കാര്യങ്ങളൊക്കെ പറയണ്ട. അപ്പോൾ പൂജാരി മന്ത്രം ഉരുവിടുന്ന സമയത്ത് സുന്ദര പറയുന്നുണ്ട്, മതി മന്ത്രം ഉരുവിട്ടത്, നിങ്ങൾ താലികെട്ട് ചടങ്ങ് നടത്തുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല മേഡം, മന്ത്രം പൂർണ്ണമായും പറഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് താലികെട്ട് ചടങ്ങ് നടക്കാൻ പാടുകയുള്ളൂ എന്ന് പറയാണ്. പക്ഷേ വസുന്ധരയുടെ ധൃതി കാരണം ശിവാനിയുടെ കഴുത്തിൽ പ്രണവിനോട് പെട്ടെന്ന് താലി കെട്ടാനൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും നിധിയും ഗൗതമും ആ അമ്പലത്തിൽ എത്തുകയാണ് കേട്ടോ. അങ്ങനെ ശിവാനിയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി പ്രണവ് താലിമാല എടുത്ത് കഴുത്തിലേക്ക് അങ്ങ് വെച്ചതോടുകൂടി ഗൗതം എടാ പ്രണവ് എന്നങ്ങ് പറഞ്ഞ് അലറി വിളിക്കുകയാണ് കേട്ടോ. അതോടുകൂടി പ്രണവ് ഞെട്ടലോടുകൂടി നോക്കുകയാണ്. ഗൗതമിനെ കണ്ടതോടുകൂടി വെപ്രാളം പിടിച്ച് ശിവാനിയുടെ കഴുത്തിൽ പെട്ടെന്ന് തന്നെ താലി കെട്ടാൻ വേണ്ടി പ്രണവ് നോക്കുകയാണ്. അപ്പോഴത്തേക്കും ഗൗതം പ്രണവിന്റെ കയ്യിൽ നിന്നും താലിമാല തട്ടിപ്പറിച്ച് വാങ്ങുകയാണ്. എന്നിട്ട് പ്രണവിന്റെ കോളറ പിടിച്ച് താഴേക്ക് ഇറക്കുകയാണ്. എന്താടാ, ഞങ്ങൾ എല്ലാവരും എതിർത്തിട്ടും നീ ഇവളെ തന്നെ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒപ്പം തന്നെ നിധിയുമുണ്ട്. അപ്പോൾ ഗൗതമിന്റെ കയ്യിലുള്ള താലിമാല തട്ടിപ്പറിച്ച് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ പ്രണവിന്റെ കയ്യിലേക്ക് ഗൗതം അത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ വസുന്ധര പറയുന്നുണ്ട്, ഗൗതം നീ എന്താണ് ഈ കാണിക്കുന്നത്, നീ ചെയ്യുന്നത് വെറും അക്രമമാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഗൗതം ദേഷ്യത്തോടു കൂടി വസുന്ധരയോട് പറയണ, അമ്മ ഇനി ഒരക്ഷരം മിണ്ടിപ്പോവരുത്, നിങ്ങളാണ് ഈ കല്യാണം മുടക്കേണ്ടിയിരുന്നത്, എന്നിട്ട് നിങ്ങൾ തന്നെ ഇത് നടത്തി കൊടുക്കുന്നു, നമ്മുടെ കുടുംബം ഇല്ലാതാവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വസുന്ധരയുടെ നേരെ അങ്ങ് ദേഷ്യപ്പെട്ട് ഗൗതം സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രബോസ് പറയുകയാണ്, ഗൗതം നീ ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ഞങ്ങളായിട്ടാണ് ഈ ശിവാനിയുടെയും പ്രണവിൻ്റെയും കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്, അതുകൊണ്ട് നീ ഇതിൽ
ഇടപെടണ്ട, ഇവർ പ്രായപൂർത്തിയായവരാണ് എന്ന് പറയുമ്പോൾ തനിക്ക് എന്താടോ ഇതിൽ കാര്യം? ഇത് എൻ്റെ കുടുംബകാര്യമാണ്. എന്തിൻ്റെ പേരിലാടോ താൻ എൻ്റെ അനിയൻ്റെ വിവാഹം നടത്തി കൊടുക്കുന്നത്? നിനക്ക് എന്ത് ബന്ധമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസിൻ്റെ നേരെ ഒച്ചയെടുത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രബോസിൻ്റെ നെഞ്ഞിൽ അങ്ങ് കൈ വെച്ചിട്ട് അങ്ങ് ഉന്തുകയാണ് കേട്ടോ. മാറി നിൽക്ക അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗൗതം പ്രണവിനെ ബലം പിടിച്ച് അങ്ങ് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് പാറുവും ഗോപിനാഥും കൂടി വരികയാണ്. എന്നിട്ട് പാറു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്താ മോനെ പ്രണവ്, നിന്നോട് ഞങ്ങൾ എത്ര പറഞ്ഞതാണ് ഈ വിവാഹം നടക്കരുത്, ഇവൾ നമ്മുടെ വീട്ടിലേക്ക് വരരുത് എന്ന്, നീ എന്തുകൊണ്ടാണ് അത് അനുസരിക്കാത്തത് എന്നൊക്കെ ചോദിച്ച് പൊട്ടിക്കരയുകയാണ്. പക്ഷേ പ്രണവ് വാശിയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആര് തന്നെ തടസ്സപ്പെടുത്തിയാലും ശരി, ഞാൻ ശിവാനിയുടെ കഴുത്തിൽ താലി കെട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശിവാനിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഗൗതമും പാറുവും നിധിയും ഗോപിനാഥും കൂടി പ്രണവിൻ്റെ കൈ പിടിച്ചങ്ങ് തടയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശിവാനി വന്നിട്ട് പ്രണവിൻ്റെ മറ്റേ കൈ പിടിച്ച് വലിക്കുകയാണ്. വാ പ്രണവ്, നമുക്ക് വിവാഹം ചെയ്യാം, എൻ്റെ കഴുത്തിൽ താലി കെട്ട് എന്നൊക്കെ പറഞ്ഞ് പ്രണവിൻ്റെ കൈ പിടിച്ച് ശിവാനിയും രേണുകയും പിടിച്ച് വലിക്കുകയാണ്. പക്ഷേ അവർക്ക് വിട്ടുകൊടുക്കാതെ ഗൗതമും നിധിയും ഗോപിനാഥും പാറുവും കൂടി പ്രണവിനെയും കൂട്ടി പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രണവ് അവരുടെ എല്ലാവരുടെയും കൈ അങ്ങ് കൊതറി മാറ്റിയ ശേഷം പറയുകയാണ്, എൻ്റെ വിവാഹം ഞാനാണ് തീരുമാനിക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല എനിക്ക് കല്യാണം കഴിക്കേണ്ടത്, എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ നിങ്ങളുടെ ആരുടെയും അനുവാദം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ശിവാനിയുടെ കൈ പിടിച്ച് നേരെ കതിർ മണ്ഡപത്തിലേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് താലി കെട്ടാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗൗതമും നിധിയും ഒക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും കഴിയുന്നില്ല. പ്രണവിൻ്റെ ഈ വാശിക്ക് മുന്നിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ പാറു അടുത്ത ഒരു അടവങ്ങ് എടുക്കുകയാണ്. വിശക്കുപ്പിയുമായിട്ടാവട്ടോ വന്നിട്ടുണ്ടാവുക. എന്നിട്ട് വിശക്കുപ്പി അങ്ങ് എടുത്തിട്ട് പറയുകയാണ്, നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ പിന്നെ ഈ അമ്മ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് വിശക്കുപ്പി എടുത്ത് അതിലെ മരുന്നെടുത്ത് വായയിലേക്ക് ഇടാൻ വേണ്ടി നോക്കുക കേട്ടോ. അത് കാണുന്ന സമയത്ത് പ്രണവിന് ആകെ അങ്ങ് സങ്കടം വരികയാണ്. അമ്മ എങ്ങാനും കടുകൈ ചെയ്യുമോ എന്നുള്ള ചിന്ത വരികയാണ് കേട്ടോ. അമ്മ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് ഇവളുടെ കഴുത്തിൽ താലി കെട്ടി നിനക്ക് സുഖമായിട്ട് ഇവളുടെ കൂടെ ജീവിക്കുമെന്ന് കരുതിയോ നീ? ഒരിക്കലും ഇവൾ നിനക്ക് സന്തോഷവും സമാധാനവും തരില്ല, നിന്നെ ഇവൾ ഒരിക്കലും സ്നേഹിക്കുന്നുമില്ല, ഇതെല്ലാം ഇവളുടെ വെറും അഭിനയമാണ്, നീ മനസ്സിലാക്കുന്നില്ല മോനെ, നിന്നോട് എത്ര പറഞ്ഞാലും നീ അത് കേൾക്കുന്നില്ല. പക്ഷെ എനിക്ക് നിന്റെ ജീവിതം തകർന്നത് കാണാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോവുകയാണ്. ഞാൻ പോയി കഴിഞ്ഞ ശേഷം നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിക്കോ, അല്ലാതെ എൻ്റെ കൺമുന്നിൽ വെച്ച് ഒരിക്കലും ഇവളുടെ കഴുത്തിൽ നീ താലി കെട്ടുന്നത് എനിക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല എന്ന് പാറു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്. അങ്ങനെ പാറു ആ വിശക്കുപ്പി എടുത്ത് അതിലെ മരുന്ന് കുടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും പ്രണവ് അങ്ങ് നീക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, എൻ്റെ അമ്മ മരിച്ചിട്ട് എനിക്കൊരിക്കലും ഇവളുടെ കഴുത്തിൽ താലി കെട്ടണ്ട എന്ന് പറഞ്ഞ് കതിർ മണ്ഡപത്തിൽ നിന്നും അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ശിവാനി പ്രണവിൻ്റെ കൈ പിടിച്ച് പറയുന്നുണ്ട്, പ്രണവ് ഇതെല്ലാം ഇവരുടെ വെറും അഭിനയമാണ്, നീ ഇത് വിശ്വസിക്കരുത്, നമ്മുടെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, ഒരിക്കലും പാറു ആൻറ്റി ഒരിക്കലും വിഷം കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രണവിൻ്റെ കാല് പിടിച്ചതുപോലെ ശിവാനി കരയുന്നുണ്ട്. ഒപ്പം തന്നെ രേണുകയും കരയുന്നുണ്ട് കേട്ടോ. പക്ഷേ പാറുവിൻ്റെ ആ ഒരു കാര്യം കണ്ടതോടുകൂടി പ്രണവിൻ്റെ മനസ്സ് മാറുകയാണ്. എന്നിട്ട് പ്രണവ് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്രബോസ് പോലീസിനെ വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ പോലീസുകാർ അവിടെ എത്തുകയാണ്. പോലീസ് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയാണ്, ഞാനാണ് നിങ്ങളെ വിളിച്ചത്, ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്, ഇവരുടെ വിവാഹം തടസ്സപ്പെടുത്താനാണ് ഈ നിൽക്കുന്നവർ വന്നിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പോൾ പാറു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോലീസിൻ്റെ മുന്നിൽ വെച്ച് പറയുകയാണ്, എൻ്റെ മോനാണ്, എൻ്റെ പ്രണവിൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിവാഹം ശിവാനി സമ്മതിക്കുന്നത് തന്നെ, ഇവളെ ഒരിക്കലും എൻ്റെ മകൻ വിവാഹം കഴിക്കാൻ സാറ് കൂട്ടു നിൽക്കരുത്, ഇതിന് സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് പാറു പൊട്ടിക്കരയുകയാണ് കേട്ടോ പോലീസിൻ്റെ മുന്നിൽ. പക്ഷേ പോലീസുകാർ പറയുകയാണ്, ഞങ്ങൾക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇവർ രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്, അതുകൊണ്ട് ഇവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഇവരുടെ വിവാഹം തടസ്സപ്പെടുത്താൻ ആർക്ക് തന്നെയും കഴിയുകയില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ അപ്പോൾ ഒരു അവകാശവും ഇല്ലേ എന്ന് പാറുവും ഗോപിനാഥും ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾ അവരുടെ രക്ഷിതാക്കളൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ ഇക്കാര്യത്തിൽ കോടതി പോലും ഇവരുടെ കൂടെയാണ് നിൽക്കുകയുള്ളൂ, പ്രായപൂർത്തിയായ ഇവർക്ക് പരസ്പരം വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവരുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ മാത്രമാണ് കോടതി പോലും സമ്മതിക്കുകയുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ഗൗതം പറയുന്നുണ്ട്, സാർ ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്കണം, ഇത് നല്ല മനസ്സോടെയുള്ള വിവാഹമല്ല, ഇത് ചതിയിലൂടെ
ദേഷ്യത്തോടെയാണ്. എൻ്റെ അനിയൻ ഇത് എത്ര തന്നെ പറഞ്ഞാലും കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഗൗതമിനോട് പറയാണ്, സാറ് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്കിതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ അനിയന് ഈ നിൽക്കുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ സമ്മതമാണെങ്കിൽ അവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ മാത്രമാണ് ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ ചന്ദ്രബോസ് പറയാണ്, ഇവരുടെ കല്യാണം മുടക്കാൻ വേണ്ടി ഈ നിൽക്കുന്ന പെറ്റമ്മ വിഷം കുടിച്ചു മരിക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഇപ്പോൾ കല്യാണം തടസ്സപ്പെട്ടത് തന്നെ എന്ന് പറയണം. പോലീസ് പാറുവിൻ്റെ കയ്യിലുള്ള വിഷക്കുപ്പി അങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് കേസെടുക്കാനുള്ള അവകാശമുണ്ട്. ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് വലിയ കുറ്റമാണ് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ പോലീസിന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ശിവാനിയുടെയും പ്രണവിൻ്റെയും വസുന്ധരയും ചന്ദ്രബോസും വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ശിവാനിയുടെ കഴുത്തിൽ പ്രണവ് താലി കെട്ടുകയാണ് കേട്ടോ. പക്ഷേ അത് കണ്ടോണ്ട് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് പാറുവും ഗോപിനാഥും ഗൗതമും നിധിയും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് കാറിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പൊട്ടിക്കരയുകയാണ് കേട്ടോ പാറു. അങ്ങനെ പാറുവിനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ അവർ 4 പേരും കൂടി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ശിവാനിയുടെയും പ്രണവിൻ്റെയും വിവാഹം കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ 4 പേരും വീട്ടിലേക്ക് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് പോവുകയാണ്. ഈ സമയം വസുന്ധരയും ചന്ദ്രബോസും മനസ്സിൽ ചിന്തിക്കുകയാണ്, ഞങ്ങൾ വിചാരിച്ച കാര്യം തന്നെ ഞങ്ങൾ നടത്തിയെടുത്തു എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. വസുന്ധരയാണെങ്കിലോ, നിധി ഇനി കണ്ടോ, ഇനിയാടി കളി തുടങ്ങാൻ പോകുന്നത് എന്നൊക്കെ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ്.